ഹായ് ഓൾ. ഇന്നത്തെ ലെക്ചറിൽ എടുക്കുന്നത് റെക്കോർഡ്സ് ഓർ സ്ട്രക്ചേഴ്സ് ആൻഡ് വേരിയൻസ് ഓർ യൂണിയൻസ് ആണ്. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്ട്രക്ചറിനെ റെക്കോർഡ് എന്നാണ് അറിയപ്പെടുന്നത് ആൻഡ് അതുപോലെ യൂണിയൻസിനെ വേരിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. റെക്കോർഡ് ടൈപ്സ് അലോസ് റിലേറ്റഡ് ഡാറ്റ ഓഫ് heterogeneous types to be stored and manipulated together. Structure consists of heterogeneous type of data but related data. Related ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ചേരുന്ന ഡാറ്റ ടൈപ്സിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചർ എഴുതുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് നെയിം ഉണ്ടാവും, നമ്പർ, റോൾ നമ്പർ, ദെൻ സ്റ്റുഡൻറ്റ് മാർക്സ് ആൻഡ് അഡ്രസ് ഓൾസോ ഉണ്ടാവും. നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ അറേ ആയിരിക്കും, ഏജ് വിൽ ബി ഇൻറ്റിജർ ആൻഡ് ദ അഡ്രസ് ഓൾസോ ക്യാരക്ടർ അറേ, മാർക്സ് ഐദർ ഇൻറ്റിജർ ഓർ ഫ്ലോട്ട് ആയിരിക്കും. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ് ഈസ് നോൺ ആസ് റെക്കോർഡ്സ് ഓർ സ്ട്രക്ചേഴ്സ്. In Algol 68C Common Lisp use the structure instead of record. റെക്കോർഡിന് പകരം അവിടെ ആൽക്കോൾ 68C Common Lisp ലാംഗ്വേജിൽ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. Then Fortran 90 simply calls its records type. റെക്കോർഡ്സിനെ ടൈപ്സ് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻ ഫോർട്രാൻ 90. ഫോർട്രാൻ 90 ലാംഗ്വേജിൽ ടൈപ്സും അൽഗോൾ 68C കോമൺ ലിസ്പിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്ട്രക്ചറുമാണ് യൂസ് ചെയ്യുന്നത്. Then structures in C++ are defined as a special form of class. സി പ്ലസ് പ്ലസിൽ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് സ്പെഷ്യൽ ഫോം ഓഫ് ക്ലാസ് ആയിട്ടാണ്. ദെൻ ജാവ യൂസസ് ക്ലാസസ് ഇൻ ഓൾ കേസസ്. C# uses a reference model for variables of class types and value model for variables of struct types. അതായത് ക്ലാസ് ടൈപ്പ് വേരിയബിളിനെ റെഫറൻസ് മോഡലായിട്ടും ദെൻ സ്ട്രക്ചർ ടൈപ്പ് വേരിയബിളിനെ വാല്യൂ മോഡലായിട്ടുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാല്യൂ മോഡൽ ആൻഡ് റെഫറൻസ് മോഡൽ പ്രീവിയസ് ലെക്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് റെഫർ ചെയ്യുക. ദെൻ ഇത് സിൻടാക്സ് എങ്ങനെ വരുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻ പാസ്കൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ പാസ്കൽ ലാംഗ്വേജ് ടൈപ്പ് എലമെന്റ് ഈക്വൽ ടു റെക്കോർഡ്. പാസ്കലിൽ റെക്കോർഡ് തന്നെയാണ് പറയുന്നത്. എലമെന്റ് എന്നുള്ള സ്ട്രക്ചർ ആണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് എലമെന്റ് എന്നുള്ള റെക്കോർഡ്, ദെൻ ഇൻസൈഡ് ദാറ്റ് റിലേറ്റഡ് റെക്കോർഡ്സ്. ഫസ്റ്റ് നെയിം ഇറ്റ്സ് എ ക്യാരക്ടർ അറേ 1 to 2. ദെൻ അറ്റോമിക് നമ്പർ ഇറ്റ്സ് ഇൻറ്റിജർ, അതായത് അത് ഇൻറ്റിജർ ആയിട്ടാണ് എടുക്കുക. ദെൻ അറ്റോമിക് വെയിറ്റ് റിയൽ ആയിട്ടും. ദെൻ മെറ്റാലിക് ഇറ്റ് വിൽ ബി എ ബൂളിയൻ. അതായത് ഈ പാസ്കലിൽ ടൈപ്പ് ആൻഡ് എൻഡും വരുന്നു, അതാണ് സിൻടാക്സ്. ഓക്കെ, ദെൻ ഇൻ കേസ് ഓഫ് സി വി യൂസ് ദ കീവേഡ് സ്ട്രക്ട്. സി ലാംഗ്വേജിൽ സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യും. Then structure the name element. Inside that we are creating character array and character array name and integer for atomic number and double for atomic weight and boolean for metallic. And in case of ML language, type element equal to within curly braces, name string, atomic number integer, atomic weight real and metallic boolean. ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്ട്രക്ചർ ഓർ റെക്കോർഡ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഈച്ച് സ്ട്രക്ചർ വി ഗിവൺ എ കോമ്പണൻറ്റ്. ദാറ്റ് കോമ്പണൻറ്റ് ഈസ് നോൺ ആസ് ഫീൽഡ്സ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈച്ച് ഓഫ് ദ റെക്കോർഡ് കോമ്പണൻറ്റ്സ് ഈസ് നോൺ ആസ് ഫീൽഡ്. ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നെയിം ഈസ് വൺ ഫീൽഡ്, അറ്റോമിക് നമ്പർ ഈസ് അനദർ ഫീൽഡ്, atomic weight is next field and metallic is another field. To refer to given field of a record, most language uses dot notation. For example, first of all, we create structure element and element structures variable.
അതായത് അത് കോപ്പർ ആണ്, കോപ്പർ വിൽ ക്രിയേറ്റ്. Then here to access name field we will use copper dot name. അതിൽ ഫസ്റ്റ് ക്യാരക്ടർ അസൈൻ ചെയ്യാൻ ആയതുകൊണ്ട് നെയിം ഓഫ് 0 എടുത്തത്. ആൻഡ് ദെൻ നെക്സ്റ്റ് നെയിം ഓഫ് 1. Anyway, we are accessing the fields by using dot operator along with the structure variable. അതായത് സ്ട്രക്ചർ വേരിയബിൾ ആണ് കോപ്പർ. അപ്പോൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്യാരക്ടർ അസൈൻ ചെയ്യാനായതുകൊണ്ടാണ് നെയിം ഓഫ് 0 കൊടുത്തത്. ഓക്കെ, അതായത് നെയിം ഫീൽഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് നെയിം, കോപ്പർ ഡോട്ട് നെയിം. ഓക്കെ, ML differs from most languages in specifying that the order of record fields is insignificant. ML record value example, അതായത് within curly braces you will giving the name, atomic number, atomic weight and metallic. ഇവിടെ ഓർഡർ വ്യത്യാസം വന്നാൽ പ്രോബ്ലം ഇല്ല. ഓക്കെ, ഇത് മെമ്മറി ലേഔട്ട് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ആണ്. അതായത് ടോട്ടൽ 4 ബൈറ്റ്സ് ഉള്ളത്, 32 ബിറ്റ്സ്. അതിൽ നിന്ന് 2 ബൈറ്റ്സ് നെയിമിനെടുത്തു. ഓക്കെ, അറ്റോമിക് നമ്പർ ഇൻറ്റീജർ ആണ്, അത് 4 ബൈറ്റ്സ് എടുക്കുന്നുണ്ട്. ദെൻ അറ്റോമിക് വെയിറ്റ് റിയൽ, അത് ഡബിൾ ആണ്, സോ അത് 8 ബിറ്റ്സ് എടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു ഇതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ദെൻ മെറ്റാലിക്, അത് ബൂളിയൻ ടൈപ്പ് ആണ്, അതുകൊണ്ട് തന്നെ അത് 1 ബൈറ്റ് ആണ്, 1 ബൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആണ് എടുക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മൾ മെമ്മറി ലേഔട്ടിൽ ഓരോ കോണ്ടിഗ്യൂസ് ലൊക്കേഷനിൽ ഓരോ ഫീൽഡായിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. സോ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടൈപ്പ് എടുക്കുമ്പോൾ 4 ബൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ഇല്ലാത്ത ടൈപ്പ് ആണെങ്കിൽ അവിടെ സം മെമ്മറി വിൽ ബി വേസ്റ്റഡ്. അതായത് ഈ ഒരു മെമ്മറി ലേഔട്ടിൽ നെയിം എന്ന് പറയുന്നത് 2 ബൈറ്റ്സാണ്. അപ്പോൾ ബാക്കിയുള്ള 2 ബൈറ്റ്സ് മെമ്മറി വേസ്റ്റ് ആവുന്നുണ്ട്. സോ ദിസ് മേക്സ് ഹോൾസ്. ടു അവോയ്ഡ് ദിസ്, ഫസ്റ്റ് ഒരു വേരിയബിൾ അലോട്ട് ചെയ്യും. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ അടുത്ത് വരുന്നത്, അതായത് നെക്സ്റ്റ് ലേഔട്ടായിട്ട് കാണിച്ചു തരാം. ഈ ഒരു മെമ്മറി ലേഔട്ടിൽ നമ്മൾ ആ മുന്നേ പറഞ്ഞതിൻ്റെ പ്രോബ്ലം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് മെമ്മറി വേസ്റ്റേജ് അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫീൽഡ് 2 ബൈറ്റ്സിൽ നെയിം വന്നു, നെക്സ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അടുത്ത ഫീൽഡിനെ വെക്കും, മെമ്മറി വേസ്റ്റ് ചെയ്യാണ്ട്. ഓക്കെ, അതായത് ടു അവോയ്ഡ് ദിസ് ഫസ്റ്റ് ഒരു വേരിയബിൾ അലോട്ട് ചെയ്യും. സോ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ അടുത്തത് വരും, അത് നെയിമിൻ്റെ കണ്ടിന്യൂഷൻ അറ്റോമിക് നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്തത് അറ്റോമിക് വെയിറ്റ്, ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ മെറ്റാലിക്. ഇങ്ങനെയാവുമ്പോൾ മെമ്മറി വേസ്റ്റേജ് വരുന്നില്ല. ഓക്കെ, ആദ്യത്തെ പ്രീവിയസിലാണെങ്കിൽ മെമ്മറി ലേഔട്ടിലാണെങ്കിൽ ഇവിടെ നെയിം ഒരു 4 ബൈറ്റ്സിൽ നെയിം എടുത്തതിന് ബാക്കിയുള്ളത് മെമ്മറി വേസ്റ്റേജാണ്. ഓക്കെ, അതായത് ഈ ഷെയ്ഡഡ് കാണിക്കുന്നത് ഹോൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കുന്നത് ഓരോരോ ഫീൽഡിലുള്ളത്. ഓക്കെ, so here we are putting the fields together without holes. ഇത് വേറൊരു ടൈപ്പ് ഓഫ് അലൈൻമെൻ്റ് ആണ്, മെമ്മറി വേസ്റ്റേജ് ആക്കാണ്ടുള്ള ഒരു ടൈപ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരു ടൈപ്പ് ഓഫ് മെമ്മറി ലേഔട്ടിൽ പറയുന്നത് നെയിംസിൻ്റെ അവിടെ നമ്മൾ ഫസ്റ്റ് ഹോൾസ് കണ്ടത് ഈ ഒരു ഫീൽഡിൽ. സോ ദെൻ മെറ്റാലിക്കിൻ്റെ അവിടെയും നമ്മൾ ഹോൾസ്, അതായത് പ്രീവിയസ് സ്ലൈഡിൽ ഇവിടെ നെയിം ദെൻ ഹോൾസ്, അതേപോലെ മെറ്റാലിക് കഴിഞ്ഞിട്ട് ഹോൾസ്, ഈ ഫീൽഡ് ഫുള്ളും ബ്ലാങ്ക് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു മെമ്മറി ലേഔട്ട് പറയുന്നത് വെച്ചാൽ നെയിമിൻ്റെ അവിടെയാണ് ഹോൾസ് കണ്ടത്, അതേപോലെ മെറ്റാലിക്കിൻ്റെ അവിടെയും ഹോൾസ് ഉണ്ടായിന്. ആ ഹോൾസിലേക്ക്, അതായത് മേലെ ഫസ്റ്റ് ഫീൽഡിലുള്ള ഹോൾസിലേക്ക് മെറ്റാലിക്കിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അതിനെ റീഅറേഞ്ച് ചെയ്യും. സോ മെറ്റാലിക് മേലേക്ക് കൊണ്ടുവരും. ഇതാണ് അടുത്ത ഒരു ടൈപ്പ് ഓഫ് മെമ്മറി ലേഔട്ട്. അപ്പോൾ ഈ മെറ്റാലിക് ഈ നെയിംസ് ഫീൽഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നു. ഓക്കെ,
ഇങ്ങനെ ഡിഫറെൻറ്റ് മെമ്മറി ലേഔട്ട് യൂസ് ചെയ്താണ് റെക്കോർഡ് ഓർ സ്ട്രക്ചർ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വേരിയൻറ്റ് റെക്കോർഡ്സ് ഓർ യൂണിയൻസ്. യൂണിയൻസ് സ്ട്രക്ചർ പോലെ തന്നെയാണ്, ഡിഫറൻസ് സ്റ്റോറേജിലുള്ളതാണ്. ഓക്കെ, certain variables allocated on top of one another by sharing the same weights in memory. അതായത് മെമ്മറിക്കകത്ത് സെയിം ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ certain variable allocated on top of one another. Then next space overlay ചെയ്യും. Overlay space, only one member can contain value at any given time, and it allows to store different data types in the same memory location. ഒരേ മെമ്മറി ലൊക്കേഷൻ തന്നെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യും. ദെൻ നെക്സ്റ്റ് ഓവറോൾ സൈസ് ഓഫ് ദിസ് യൂണിയൻ would be that of its largest member. അതിൽ ലാർജസ്റ്റ് മെമ്പർ ഏതാണോ അതിൻ്റെ സൈസ് ആയിരിക്കും ഓവറോൾ സൈസ് ആയിട്ട് യൂണിയൻ്റെ എടുക്കുക. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. യൂണിയൻ വിത്തിൻ കേർലി ബ്രേസസ് ഇൻറ്റ് ഐ ഡബിൾ ടി ബോൾ ബി. ഓക്കെ, നെക്സ്റ്റ് ടു മെയിൻ പർപ്പസസ് ഓഫ് യൂണിയൻ. ഫസ്റ്റ്, യൂണിയൻസ് allows the same set of bytes to be interpreted in different ways at different times. ഒരേ മെമ്മറി ലൊക്കേഷനിലാണ് പല കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത്. സോ സെയിം സെറ്റ് ഓഫ് bytes to be interpreted in different ways at different times. And next, to represent alternative sets of bit within a record. കോമൺ ഫീൽഡ് യൂണിയൻ ആയിട്ടും ദെൻ റിമൈനിങ് ഉള്ള ഫീൽഡ് സ്ട്രക്ചറായി എടുക്കാനുള്ള പ്രൊവിഷൻ യൂണിയൻ യൂസ് ചെയ്താൽ കിട്ടും. ഓക്കെ, എന്നാൽ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നു. എ റെക്കോർഡ് റെപ്രസെൻറ്റിംഗ് ആൻ എംപ്ലോയി might have common field name, address, phone, department, ID number, and various other fields depending on whether the person works on a salaried, hourly or consulting basis. അതാണ് ഇവിടെ പറഞ്ഞത്. കോമൺ ഫീൽഡ് ആയിട്ടുള്ളതും അതേപോലെ റിമൈനിങ് ഫീൽഡ് ആയിട്ടുള്ളത് സ്ട്രക്ചറായി എടുക്കാനുള്ള പ്രൊവിഷൻ യൂണിയൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ലിസ്റ്റ്. Ordered or unordered structure, number of items are list. Number of items in an ordered or unordered structure, it's a list. Normally functional language and logic language ലെല്ലാം തന്നെ ഇത് suitable ആണ്. Then ideally suited to functional and logic languages. Also be used in imperative programming languages. Clue provides a built-in type constructor for list, and a list class is easy to write in most object-oriented languages. അതായത് ക്ലൂ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് ബിൽഡ് ഇൻ ടൈപ്പ് കൺസ്ട്രക്ടർ തന്നെ ലിസ്റ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ലിസ്റ്റ് ക്ലാസ് ഉണ്ട്, അത് നമുക്ക് ഈസി ആയിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ദെൻ മോസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലിസ്റ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. മോസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് പ്രൊവൈഡ് എക്സ്റ്റെൻസീവ് ലിസ്റ്റ് സപ്പോർട്ട്. ദെൻ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ലിസ്റ്റ് ബെസ്റ്റ് ആണ്. ലിസ്റ്റ് വർക്ക്സ് ബെസ്റ്റ് ഇൻ എ ലാംഗ്വേജ് വിത്ത് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ. ദെൻ നെക്സ്റ്റ് ലിസ്റ്റ് ടൈപ്പ്. റിക്കർസീവ് ലിസ്റ്റ് ടൈപ്സിൽ ലിസ്റ്റ്, സെറ്റ്, മാപ്പ് ആണുള്ളത്. ലിസ്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ഓർ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്, ആൻഡ് സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ സ്റ്റോർ യുണീക്ക് വാല്യൂസ് വിത്തൗട്ട് എനി ഓർഡർ. ബട്ട് ഇൻ കേസ് ഓഫ് ലിസ്റ്റ് ഇറ്റ് വിൽ ബി ഓർഡേർഡ് ഓർ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. സെറ്റിലാണെങ്കിൽ യുണീക്ക് വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ മാപ്പിൽ കളക്ഷൻ ഓഫ് കീ വാല്യൂ പയേഴ്സ്. മാപ്പിൽ കീ വാല്യൂ പയേഴ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ് ഫാസ്റ്റ് കീ ലുക്കപ്പ്. ദെൻ ഇൻ ലോ ലെവൽ ലാംഗ്വേജ് ടിപ്പിക്കലി ഡു നോട്ട് പ്രൊവൈഡ് ദിസ്. ലോ ലെവൽ ലാംഗ്വേജിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദെൻ ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ ഈ 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ആൻഡ് സം ആസ് പാർട്ട് ഓഫ് എ ലൈബ്രറി. ചിലത് ലൈബ്രറി ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് പേൾ പൈത്തൺ പോലത്തെ ലാംഗ്വേജിൽ ബിൽഡ് ഇൻ ലിസ്റ്റ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ലിസ്റ്റ് ആൻഡ് അറേസ് മെർജ്ഡ്. ദെൻ നെക്സ്റ്റ് സി, ഫോർട്രാൻ ആൻഡ് കോബോൾ ലാംഗ്വേജിൽ ലിസ്റ്റ് ഓപ്പറേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ. ദെൻ സി പ്ലസ് പ്ലസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി, അതായത് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി ആയിട്ട് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലിസ്റ്റ്, സെറ്റ്, മാപ്പ്, ഈ 3 ഓപ്ഷൻസും സി പ്ലസ് പ്ലസിൽ STL പാർട്ടായിട്ടാണ് അവൈലബിൾ. STL മീൻസ് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി പാർട്ടായിട്ടാണ് അവൈലബിൾ ആവുന്നത്. ഓക്കെ. ജാവയിൽ ലിസ്റ്റ് അവൈലബിൾ ആണ്, അത് ലൈബ്രറി ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ. ദെൻ ML, ഹാസ്കൽ ലിസ്റ്റ് ബിൽഡിൻ ആണ്. ദെൻ സെറ്റ്, മാപ്പ് പാർട്ട് ഓഫ് ലൈബ്രറി. അതായത് ML ലാംഗ്വേജിലും ഹാസ്കലിലും ലിസ്റ്റ് ബിൽഡിൻ ആയിട്ടുണ്ടാവും. ദെൻ സെറ്റും മാപ്പ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ലൈബ്രറിയാണ്. ഓക്കെ. ദെൻ പാസ്കലിൽ ബിൽഡിൻ സെറ്റ്സും ബട്ട് ഓൺലി ഫോർ ഡിസ്ക്രീറ്റ് ടൈപ്സ് വിത്ത് ഫ്യൂ എലമെന്റ്സ്. In any language with records and pointers, the programmer can build list by hand. അതായത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും റെക്കോർഡ്സ് പോയിന്ററിന് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ പ്രോഗ്രാമറിന് ലിസ്റ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. ദെൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഇൻ ML, അതായത് ML ലിസ്റ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. ഇറ്റ് മീൻസ് every element of the list must have the same type. Then list are heterogeneous, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലമെൻസിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ലിസ്റ്റിൽ. ML ലിസ്റ്റ് ആണെങ്കിൽ അതിൽ ഹോമോജീനിയസ് ആണ്, സെയിം ടൈപ്സ് തന്നെ വേണം. ഓക്കെ. ലിസ്റ്റിലാണ് ഹെട്രോജീനിയസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലമെൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ML ലിസ്റ്റ് ഈസ് യൂഷ്വലി എ ചെയിൻ ഓഫ് ബ്ലോക്സ്, each of which contains an element and pointer to the next block. അതായത് ML ലിസ്റ്റിലെ എലമെന്റ് ആൻഡ് പോയിന്റർ ആണ്. ദെൻ ലിസ്റ്റിലാണെങ്കിൽ രണ്ടും പോയിന്റർ തന്നെയാണ്. is a chain of consoles, each of which contain 2 pointers, one to the element and one to the next console. ML ലിസ്റ്റിൻ്റെ അകത്താണെങ്കിൽ ഒരു എലമെന്റും ഒരു പോയിന്ററും ഉണ്ടാവും. ലിസ്റ്റിലാണെങ്കിൽ രണ്ടും പോയിന്ററാണ്. ML list is enclosed in square brackets with elements separated by commas. ML ലിസ്റ്റിൽ സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. എലമെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടാണ്. അതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിൽ A എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ്, ദെൻ B എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റ്, C, D. ലിസ്റ്റ് ഈസ് enclosed in parenthesis with elements separated by white space. അതായത് ലിസ്റ്റിലാണെങ്കിൽ അതായത് ലിസ്റ്റ് പാരന്തസിസ് യൂസ് ചെയ്യുന്നത്, ദെൻ വെയിറ്റ് സ്പേസും കോമ യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ML ലിസ്റ്റ് enclosed in square brackets and each element is separated by comma, and in ലിസ്റ്റ് enclosed in parenthesis എല്ലാമാണ് യൂസ് ചെയ്യുന്നത്, then each element is separated by white space. In both cases, the notation represents a proper list. In Lisp, it is also possible to construct an improper list whose final pair contain 2 elements. അതായത് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇത് കണ്ടോ, ഇതാണ് ഇംപ്രോപ്പർ ലിസ്റ്റ്. A ഡോട്ട്, ദെൻ പാരന്തസിസിൽ B ഡോട്ട്, ദെൻ C ഡോട്ട്, D ഡോട്ട് നൾ. D ഡോട്ട് നൾ എന്ന് പറയുന്നത് ഫൈനലാണ്. അതായത് ഫൈനൽ എന്ന് പറയുന്നത് ഒരു പയേഴ്സ് ആയിട്ട് ഉണ്ടാവുക. ഫൈനൽ പയർ കണ്ടെയ്ൻ, അതായത് ഫൈനലായിട്ടുള്ള പയറിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് 2 എലമെന്റ്സ് ആണ്. ദെൻ നെക്സ്റ്റ്, അതായത് ലാസ്റ്റ് എന്ന് പറയുന്നത് നള്ളായിട്ട് കൊടുക്കും. അതായത് വേറെ പോയിന്റർ ഇല്ലാത്തതുകൊണ്ട് നള്ളായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. അതായത് ഫൈനൽ പയറിൽ 2 എലമെന്റ്സ് ഉണ്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ പയർ കണ്ടെയ്ൻ 2 എലമെന്റ്സ്, അതാണ് ഇവിടെ ഉള്ളത്. നള്ള് എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നള്ളെന്ന് കൊടുത്തത്. ഓക്കെ. ഇതാണ് ഇംപ്രോപ്പർ ലിസ്റ്റ്. ഇതെന്ന് പറയുന്നത് സെയിം ആസ് പാരന്തസിസിൽ A, B, C, D എന്ന് കൊടുക്കുന്നത്. ഇത് രണ്ടും സെയിം, പക്ഷെ ഇത് ഇംപ്രോപ്പർ ലിസ്റ്റും ഇത് പ്രോപ്പർ ലിസ്റ്റും ആണ്. ഓക്കെ.
Then a dotted list is either an atom or a pair consists of two dotted lists separated by a period and enclosed in parentheses. The dotted list is അതായത് എ ഡോട്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത് പാരന്തസിസിൽ ബി ഡോട്ട് ദെൻ സി ഡോട്ട് ദെൻ ലാസ്റ്റ് ഉള്ളത് ഒരു പെയർ ആയിട്ടുണ്ടാവും 2 എലമെന്റ്സ്. ഓക്കെ ഇന്നെടുത്തത് റെക്കോർഡ്സ് ആൻഡ് വേരിയൻസ്. റെക്കോർഡ്സിന് സ്ട്രക്ചേഴ്സിനും വേരിയൻസിനും യൂണിയൻസ് എന്നും പറയും. ഓക്കെ ദെൻ ലിസ്റ്റും ആണ് എടുത്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി റിമൈനിങ് പോർഷൻസ് എടുക്കാം. ഓക്കെ താങ്ക് യു.